കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ ഭക്തരെ കാത്തു നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം വെച്ച് ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരം കാണാം. അതേപോലെ വലിയ ബലിക്കല്ല്, മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അപ്പുറം ഇങ്ങനെ വെച്ചത്, അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. നിറയെ പ്രകാശമാണ്, എപ്പോഴും പ്രകാശം തന്നെയാണ്. കാരണം നെയ് വിളക്കിലും, അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയൊക്കെ വിളക്കിൽ നെയ്ദീപം ഇങ്ങനെ കത്തി തീരുകയാണ്. അപ്പോൾ അതിങ്ങനെ കാണാം. നെയ്ദീപങ്ങളിങ്ങനെ കണ്ണനെ നോക്കി ചിരിക്കണു, കളിക്കണു, അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെ ഉള്ളൊരു കാര്യമാണ് കാഴ്ച. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാനുള്ളത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് നല്ല തടിച്ച് ഉരുണ്ട ഒരു ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയുടെ നൂലുകളിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അരയിലൊരു കയറുണ്ട്, കയറ് കിട്ടി. അപ്പം ഇന്ന് ദാമോദരനാണ്. അങ്ങനെ ഇടത് വശത്തേക്ക് നോക്കിയാൽ വലിയൊരു ഉരുളുണ്ട്. ഉരുളിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ണിനെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ വളരെ എന്താ പറയുക, ചിരിച്ചുല്ലസിച്ചും കൊണ്ട് നിൽക്കുക. അപ്പം അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു ഗോപീതിലകം, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉണ്ണിയുടെ മുഖത്ത് നല്ല പുഞ്ചിരി. അതായത് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്നെ എവിടെ കെട്ടിട്ടാലിക്കാതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കാഴ്ച. അങ്ങനെ നെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ട് അങ്ങനെ പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. പീലിത്തിരിമുടി കെട്ടിയാണ്, കിരീടമല്ല, പീലിത്തിരിമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. അതെങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. പിന്നെ അതേപോലെ ഉണ്ടമാലയും 2 അതിങ്ങനെ ഞാൻ താഴെ വരെ കിടക്കുന്നുണ്ട്. അതും വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ട് അങ്ങനെ. പിന്നെ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ മുകളിലുണ്ട്, താമരയും തുളസിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ. ഭഗവാനെ അങ്ങനെ കാണുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് എല്ലാവരും ചിന്തിച്ചോളൂ. ആ മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എത്തിയാൽ ആ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. ആ ഉണ്ണിക്കണ്ണൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടുന്ന് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിൽ ആല്ലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കിരീടമൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ട് തന്നെയാണ് ഗണേശൻ ഇരിക്കുന്നത്. മുഖത്തൊക്കെ നന്നായിട്ട് നല്ല ചന്ദനം ചാർത്തിയിട്ടുണ്ട്, വലിയൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കാതിലൊക്കെ സ്വർണത്തിൻ്റെ കാതിലിങ്ങനെ കടുക്കം പോലെ വെച്ചിട്ടുണ്ട്. നല്ല മാലകൾ ധാരാളമുണ്ട്. പട്ടൊക്കെ ഉടുപ്പിച്ച് വളരെ നന്നായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ നേരെ ചെറിയ ഗണേശനെ കാണാം, കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്ത പത്മനാഭനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ പത്മനാഭസ്വാമിയുടെ അവിടെ നിറയെ താമരമാലകളുണ്ട്, വെളുത്ത പൂവിൻ്റെ മാലകളുണ്ട്.
മുകളിൽ വിധാനമായിട്ട് കുറേ ഏറെ തുളസിമാലകളുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ടു തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെയും ബലരാമൻ്റെ അവിടെയൊക്കെ തുളസിമാല ഉണ്ട്. മുരുകൻ്റെ അവിടെ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞത് കാണാം. പിന്നെ ഹനുമാൻ സ്വാമി അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഇന്നൊരു വെറ്റിലമാലയുള്ളൂ കേട്ടോ, കുങ്കുമൊന്നും കാണാനില്ല. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് നോക്കി ആ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ആ നൃത്താറയൊക്കെ കണ്ട് കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് അങ്ങനെ വന്ന് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മേനെ കണ്ട് തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അവിടെയും ഗോളക തന്നെയാണ്, മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ധാരാളം മാലകളുണ്ട്, അർച്ചന പൂക്കളുണ്ട്, നല്ല ചുവന്ന പട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ശിവേലി വിഗ്രഹത്തിലും ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പം അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് തൊഴുത പോലെയാവും. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെയും അതേപോലെ കൂത്തമ്പലത്തിലൊക്കെ വന്ന് തൊഴാം. പിന്നെ അങ്ങനെ അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അവിടെയും മുഖത്തൊക്കെ ഒന്ന് ചന്ദനം ചാർത്തിയിട്ടുണ്ട്. പിന്നെ ആ കഴുത്തിൽ നല്ലൊരു നെക്ലസ് ചാർത്തിയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. നല്ല പാവുണ്ട് കൊണ്ടുള്ള പട്ടും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാഭര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും അതുപോലെ കിഴക്കേ നടയിൽ വന്നിട്ട് അവിടുന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല നിറയെ പ്രകാശം കാണാം. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വരുന്നു. തെക്കേ നടയിൽ വന്ന കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.